കഴിഞ്ഞ 5 വർഷം ഹിന്ദു വർഗീയവാദത്തിനെതിരെ പാർലമെന്റിൽ ഒരക്ഷരമിണ്ടാത്തവരാണ് കേരളത്തിലെ UDF എംപിമാരെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. UDF എംപിമാർ വായ തുറന്നത് കേരളത്തിനെതിരെ പറയാൻ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വന്തം നാട്ടിൽ ഒരു വികസനം അനുവദിക്കില്ലെന്ന് പറയുന്ന ഏക പ്രതിപക്ഷ നേതാവ് VD സതീശനാണെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ കുറ്റപ്പെടുത്തി. AKGCT സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായ പൊതുസമ്മേളനം കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MV ഗോവിന്ദൻ മാസ്റ്റർ. രാജ്യം നിർണായക തിരഞ്ഞെടുപ്പിനെയാണ് നേരിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മൃദു ഹിന്ദുത്വവാദികളായ കോൺഗ്രസ് BJPക്ക് ബദലല്ലെന്ന് തെളിഞ്ഞു. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് ഇന്ന് ആരും വിശ്വസിക്കുന്നില്ല. എന്നാൽ ഓരോ സംസ്ഥാനത്തെയും ഓരോ യൂണിറ്റായി എടുത്ത് BJP വിരുദ്ധ വോട്ടുകൾ മുഴുവൻ ഏകോപിപ്പിച്ചാൽ BJPയെ പരാജയപ്പെടുത്താനാകും. പ്രധാനമന്ത്രി ചർച്ച മാറ്റിവെച്ച് കോൺഗ്രസ് അതിൻ്റെ ഭാഗമാവുകയാണ് വേണ്ടതെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ഹിന്ദു വർഗീയവാദത്തിനെതിരെ പാർലമെന്റിൽ ഒരക്ഷരം ഉരിയാടാത്തവരാണ് കേരളത്തിലെ കോൺഗ്രസ് എംപിമാരെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി. ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നിലപാടിനെതിരായി 18 എംപിമാരുള്ള ഈ കേരളത്തിലെ UDFന്റെ സൈന്യം എന്തെങ്കിലും ഒരു അക്ഷരം പറഞ്ഞോ? RSSന്റെ ഹിന്ദു വർഗീയവാദത്തിനെതിരായിട്ട് ഒരു അക്ഷരം പറയാൻ ഇവരാരെങ്കിലും തയ്യാറായോ? കഴിഞ്ഞ 5 കൊല്ലം ഒരാളും തയ്യാറായിട്ടില്ല. വായി തുറന്നിട്ടുണ്ടെങ്കിൽ ഇത് കേരളത്തിനെതിരാണ്. കേരളത്തിനെതിരായ നിലപാടുകൾ പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയത്തിനെതിരായി ഈ കോൺഗ്രസ് ഈ കേരളത്തിൽ നിന്ന് ഒരക്ഷരം പറയാൻ തയ്യാറില്ല. ഇലക്ട്രൽ ബോണ്ടിലൂടെ നേടിയ പണാധിപത്യം ഉപയോഗിച്ചാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഈ പണം കേരളത്തിലുമെത്തും. ഇതിനെയെല്ലാം അതിജീവിച്ച് ഇടതുപക്ഷത്തിന് മികച്ച വിജയം നേടാൻ കേരളത്തിലെ മതേതര സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ അഭ്യർത്ഥിച്ചു. ശാസ്ത്രാവബോധം, മതനിരപേക്ഷത, ബഹുസ്വര ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് സർക്കാർ കോളേജ് അധ്യാപക സംഘടനയായ AKGCT 66ാം സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ ചേരുന്നത്. കൈരളി ന്യൂസ്, കണ്ണൂർ.